പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. ഏറ്റവും പ്രിയപ്പെട്ട വൈദിക സുഹൃത്തുക്കളെ, സന്യസ്തരെ, സഹോദരീ സഹോദരന്മാരെ, നിങ്ങളോടൊപ്പം നിങ്ങൾക്ക് വേണ്ടി ഈ ബലിയർപ്പിക്കാൻ കഴിയുന്നത് വലിയൊരു ഭാഗ്യമായി ഞാൻ കണക്കാക്കുകയാണ്. ഇവിടെ ഇന്ന് അനുഗ്രഹം തേടി ഇവിടെ എത്തിയിട്ടുള്ള നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വിശുദ്ധ കുർബാന ഞാൻ അർപ്പിക്കുകയാണ്. ഇന്ന് 2 തിരുനാളുകൾ നമ്മൾ ഓർക്കുന്നുണ്ട്. ഒന്നാമതായിട്ട് ദിവ്യകാരുണ്യത്തിൻ്റെ തിരുനാളാണെന്ന്. ദൈവിക കാരുണ്യത്തിൻ്റെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുന്നു. അതോടൊപ്പം തന്നെ തോമാസ് ലീഹായുടെ വിശ്വാസ പ്രഖ്യാപനവും തോമാസ് ലീഹായുടെ കർത്താവിനെ കണ്ടുമുട്ടലും അതിനെക്കുറിച്ച് നമ്മളിന്ന് ഓർമ്മിക്കുകയാണ്. നമ്മുടെ വിശ്വാസത്തെ ദൃഢപ്പെടുത്താൻ, ആഴപ്പെടുത്താൻ നമുക്കിന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിതത്തിലെ ഓരോ നിമിഷവും മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയട്ടെ എന്ന് പ്രത്യേകമായി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥന ദൈവത്തിന് പ്രീതികരമായി തീരുന്നതിന് വേണ്ടി നമ്മുടെ പാപങ്ങളെക്കുറിച്ചോർത്ത് മനസ്തപിച്ച് നമുക്ക് ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവേശൻ നമ്മിൽ കാരുണ്യം തൂകി പാപങ്ങൾക്കെല്ലാം മാപ്പേകി നിത്യമാം ജീവൻ നൽകാൻ സന്തതം നമ്മെ നയിക്കുമാറാകണം. കർത്താവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, കർത്താവേ കനിയേണമേ.
അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം. ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ. അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു, ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു. ദിവ്യമഹിമകൾ പാടുന്നു, അങ്ങേ മഹാമഹിമക്കിതാ നന്ദി ചൊല്ലും നീവ താഴ്മയാ. ദൈവമേ കർത്താവമങ്ങയെ വാഴ്ത്തുന്നു സ്വർലോക രാജനേ. സർവൈക ശക്തനാം ദൈവമേ, താരനാമങ്ങയെ വാഴ്ത്തുന്നു. ഏകാത്മജാദേവ സൂനുവേ, കർത്താവാം ശ്രീ യേശു ക്രിസ്തുവേ. ദൈവമേ കർത്താവമങ്ങയെ വാഴ്ത്തുന്നു. ദൈവത്തിൻ കുഞ്ഞാടേ, താരനാം ദൈവത്തിൻ സൂനുവേ, അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ലോകത്തിൻ പാപനിഹന്താവേ, കാരുണ്യം തൂകണേ ഞങ്ങളിൽ. ലോകത്തിൻ പാപനിഹന്താവേ, ഞങ്ങൾ തൻ പ്രാർത്ഥന കേൾക്കണേ. നിത്യപിതാവിന്റെ പാർശ്വത്തിൽ നിർവലം ഭാഗത്തിരുന്നിടും ഞങ്ങൾ തൻ രക്ഷകനേശുവേ, കാരുണ്യം തൂകണേ ഞങ്ങളിൽ. സത്യസ്വരൂപൻ പിതാവു തൻ നിത്യമഹിമാവിൻ തേജസ്സിൽ പാവനാത്മാവുതൻ ഐക്യത്തിൽ വാഴുന്ന ക്രിസ്തുവം യേശുവേ, അങ്ങു മാത്രം പരിപാവനൻ, അങ്ങു താനേകന നാഥനും, അങ്ങു മാത്രം പരമോന്നതൻ, ത്രിത്വൈക ദൈവമഹത്വത്തിൽ. നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യമായ കാരുണ്യത്തിൻ്റെ ദൈവമേ, പെസഹ തിരുനാളിൻ്റെ പുനരാഗമനത്തിൽ തന്നെ അങ്ങേക്ക് സമർപ്പിതരായിരിക്കുന്ന ജനത്തിൻ്റെ വിശ്വാസം അങ്ങ് ഉജ്ജ്വലിപ്പിക്കുന്നുവല്ലോ. ഇവരിൽ അങ്ങ് ചൊരിഞ്ഞ കൃപ വർദ്ധിപ്പിക്കണമേ. അങ്ങനെ ഏത് നീർത്തൊട്ടിയാൽ അവർ ശുദ്ധീകൃതരായെന്നും ഏതാത്മാവാൽ നവജന്മം പ്രാപിച്ചവരായെന്നും ഏത് രക്തത്താൽ രക്ഷിക്കപ്പെട്ടുവെന്നും ഉചിതമായ ബുദ്ധിശക്തി വഴി
എല്ലാവരും ഗ്രഹിക്കുമാറാകട്ടെ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന അങ്ങ് കേട്ടരുളേണമേ. ആമേൻ. അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങളിൽ നിന്നും വിശ്വാസികളുടെ സമൂഹം ഒരു ഹൃദയവും ഒരാത്മാവും ആയിരുന്നു. ആരും തങ്ങളുടെ വസ്തുക്കൾ സ്വന്തമെന്ന് അവകാശപ്പെട്ടില്ല. എല്ലാം പൊതുസ്വത്തായിരുന്നു. അപ്പോസ്തലന്മാർ കർത്താവായ യേശുവിൻ്റെ പുനരുത്ഥാനത്തിനു വലിയ ശക്തിയോടെ സാക്ഷ്യം നൽകി. അവരെല്ലാവരുടെയും മേൽ കൃപാവരം സമൃദ്ധമായി ഉണ്ടായിരുന്നു. അവരുടെ ഇടയിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവർ ആരും ഉണ്ടായിരുന്നില്ല. കാരണം പറമ്പും വീടും സ്വന്തമായി ഉണ്ടായിരുന്നവരെല്ലാം അവയത്രയും വിറ്റുകിട്ടിയ തുക അപ്പോസ്തലന്മാരുടെ കാൽക്കൽ അർപ്പിച്ചു. അത് ഓരോരുത്തർക്കും ആവശ്യമനുസരിച്ച് വിതരണം ചെയ്യപ്പെട്ടു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. കർത്താവിന് കൃതജ്ഞത അർപ്പിക്കുവിൻ. അവിടുന്ന് നല്ലവനാണ്. അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കും. കർത്താവിന് കൃതജ്ഞത അർപ്പിക്കുവിൻ. കർത്താവിനെ കൃതജ്ഞത അർപ്പിക്കുവിൻ. അവിടുന്ന് നല്ലവനാണ്. അവിടുന്ന് നല്ലവനാണ്. അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കും. അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കും. അവിടുത്തെ കാരുണ്യം ശാശ്വതമാണ്. ഇസ്രയേൽ പറയട്ടെ, അവിടുത്തെ കാരുണ്യം ശാശ്വതമാണെന്ന് അഹറോൻ്റെ ഭവനം പറയട്ടെ. അവിടുത്തെ കാരുണ്യം ശാശ്വതമാണെന്ന് കർത്താവിൻ്റെ ഭക്തർ പറയട്ടെ. കർത്താവിന് കൃതജ്ഞത അർപ്പിക്കുവിൻ. കർത്താവിനെ കൃതജ്ഞത അർപ്പിക്കുവിൻ. അവിടുന്ന് നല്ലവനാണ്. അവിടുന്ന് നല്ലവനാണ്. അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കും. അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കും. കർത്താവിൻ്റെ വലത് കൈ കരുത്ത് പ്രകടമാക്കി. കർത്താവിൻ്റെ വലത് കൈ മഹത്വമർജിച്ചിരിക്കുന്നു. കർത്താവിൻ്റെ വലത് കൈ കരുത്ത് പ്രകടമാക്കി. ഞാൻ മരിക്കുകയില്ല, ജീവിക്കും. ഞാൻ കർത്താവിൻ്റെ പ്രവൃത്തികൾ പ്രഘോഷിക്കും. കർത്താവ് എന്നെ കഠിനമായി ശിക്ഷിച്ചു, എന്നാൽ അവിടുന്ന് എന്നെ മരണത്തിന് ഏൽപ്പിച്ചില്ല. കർത്താവിന് കൃതജ്ഞത അർപ്പിക്കുവിൻ. കർത്താവിനെ കൃതജ്ഞത അർപ്പിക്കുവിൻ. അവിടുന്ന് നല്ലവനാണ്. അവിടുന്ന് നല്ലവനാണ്. അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു. അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കും. പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു. ഇത് കർത്താവിൻ്റെ പ്രവൃത്തിയാണ്. നമ്മുടെ ദൃഷ്ടിയിൽ വിസ്മയമായിരിക്കുന്നു. കർത്താവ് ഒരുക്കിയ ദിവസമാണിന്ന്. ഇത് ഇന്ന് സന്തോഷിച്ചുല്ലസിക്കാം. കർത്താവിന് കൃതജ്ഞത അർപ്പിക്കുവിൻ. കർത്താവിന് കൃതജ്ഞത അർപ്പിക്കുവിൻ. അവിടുന്ന് നല്ലവനാണ്. അവിടുന്ന് നല്ലവനാണ്. അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു. അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു. യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനത്തിൽ നിന്നുള്ള വായന. സഹോദരരെ, യേശുവാണ് ക്രിസ്തുവെന്ന് വിശ്വസിക്കുന്ന ഏവനും ദൈവത്തിൻ്റെ പുത്രനാണ്. പിതാവിനെ സ്നേഹിക്കുന്നവൻ അവൻ്റെ പുത്രനെയും സ്നേഹിക്കുന്നു. നമ്മൾ ദൈവത്തെ സ്നേഹിക്കുകയും അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുകയും ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ മക്കളെ സ്നേഹിക്കുന്നു. ദൈവത്തെ സ്നേഹിക്കുകയെന്നാൽ അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുകയെന്ന് അർത്ഥം. അവിടുത്തെ കൽപ്പനകൾ ഭാരമുള്ളവയല്ല. എന്തെന്നാൽ ദൈവത്തിൽ നിന്ന് ജനിച്ച ഏവനും ലോകത്തെ കീഴടക്കുന്നു. ലോകത്തിന്മേലുള്ള വിജയം ഇതാണ് നമ്മുടെ വിശ്വാസം. യേശു ദൈവപുത്രനാണെന്ന് വിശ്വസിക്കുന്നവനല്ലാതെ മറ്റാരാണ് ലോകത്തെ ജയിക്കുന്നത്? ജലത്താലും രക്തത്താലും വന്നവൻ ഇവനാണ്, യേശു ക്രിസ്തു. ജലത്താൽ മാത്രമല്ല, ജലത്താലും രക്തത്താലുമാണ് അവൻ വന്നത്. ആത്മാവാണ് സാക്ഷ്യം നൽകുന്നത്. ആത്മാവ് സത്യമാണ്. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തോമ, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു. കാണാതെ എന്നെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
ഹല്ലേലൂയ കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. ആഴ്ചയുടെ ആദ്യ ദിവസമായ അന്ന് വൈകിട്ട് ശിഷ്യന്മാർ യഹൂദരെ ഭയന്ന് കതകടച്ചിരിക്കെ യേശു വന്ന് അവരുടെ മധ്യേ നിന്ന് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. ഇപ്രകാരം പറഞ്ഞുകൊണ്ട് അവൻ തൻ്റെ കൈകളും പാർശ്വവും അവരെ കാണിച്ചു. കർത്താവിനെ കണ്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. യേശു വീണ്ടും അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. ഇത് പറഞ്ഞിട്ട് അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് അവരോട് അരുളി ചെയ്തു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവൻ. നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ അവരോട് ക്ഷമിക്കപ്പെട്ടിരിക്കും. നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും. 12 പേരിൽ ഒരുവനും ദിദിമോസ് എന്ന് വിളിക്കപ്പെടുന്നവനുമായ തോമസ് യേശു വന്നപ്പോൾ അവരോട് കൂടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് മറ്റു ശിഷ്യന്മാർ അവനോട് പറഞ്ഞു, ഞങ്ങൾ കർത്താവിനെ കണ്ടു. എന്നാൽ അവൻ പറഞ്ഞു, അവൻ്റെ കൈകളിൽ ആണികളുടെ പഴുതുകൾ ഞാൻ കാണുകയും അവയിൽ എൻ്റെ വിരലിടുകയും അവൻ്റെ പാർശ്വത്തിൽ എൻ്റെ കൈ വയ്ക്കുകയും ചെയ്യുകയല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല. 8 ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും അവൻ്റെ ശിഷ്യന്മാർ വീട്ടിലായിരുന്നപ്പോൾ തോമസും അവരോട് കൂടെ ഉണ്ടായിരുന്നു. വാതിലുകൾ അടച്ചിരുന്നു. യേശു വന്ന് അവരുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. അവൻ തോമസിനോട് പറഞ്ഞു, നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക, എൻ്റെ കൈകൾ കാണുക. നിന്റെ കൈ നീട്ടി എൻ്റെ പാർശ്വത്തിൽ വയ്ക്കുക. അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. തോമസ് പറഞ്ഞു, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. യേശു അവനോട് പറഞ്ഞു, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു. കാണാതെ തന്നെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഈ ഗ്രന്ഥത്തിൽ എഴുതപ്പെടാത്ത മറ്റനേകം അടയാളങ്ങളും യേശു ശിഷ്യരുടെ സാന്നിധ്യത്തിൽ പ്രവർത്തിച്ചു. എന്നാൽ ഇവ തന്നെയും എഴുതപ്പെട്ടിരിക്കുന്നത് യേശു ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നതിനും അങ്ങനെ വിശ്വസിക്കുക നിമിത്തം നിങ്ങൾക്ക് അവൻ്റെ നാമത്തിൽ ജീവൻ ഉണ്ടാകുന്നതിനും വേണ്ടിയാണ്. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ദൈവിക കാരുണ്യം അനുഭവിക്കാൻ വന്നിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ദൈവകരുണയുടെ തിരുനാളിൻ്റെ എല്ലാവിധ ആശംസകളും ഞാൻ നേരുകയാണ്. ദൈവത്തിൻ്റെ കരുണ നിങ്ങളിലും നിങ്ങളുടെ കുടുംബങ്ങളിലും നിങ്ങളുടെ പ്രവർത്തന മണ്ഡലങ്ങളിലും നിറഞ്ഞു തുളുമ്പി നിൽക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്കറിയാവുന്ന പോലെ ഇന്ന് 2 തിരുനാളുകളാണ് നമ്മൾ ഓർമ്മിക്കുന്നത്. ഒന്നാമത്തേത് ഉയർപ്പ് കഴിഞ്ഞു വരുന്ന ഞായറാഴ്ച. സാധാരണയായിട്ട് നമ്മൾ ആഘോഷിക്കുന്നത് തോമാസ് ലീഹായുടെ തിരുനാളാണ്.
തോമാശ്ലീഹായ്ക്ക് കർത്താവ് പ്രത്യക്ഷപ്പെട്ടതിൻ്റെ ഓർമ്മ നമ്മൾ പുതുക്കുകയാണ്. തോമാശ്ലീഹ പ്രഖ്യാപിച്ച വിശ്വാസം നമ്മുടേതാണെന്നും ആ വിശ്വാസം നമ്മൾ ജീവിച്ചു കൊള്ളാമെന്നും വാഗ്ദാനം ചെയ്യുന്ന പുണ്യപ്പെട്ട സുദിനമാണിത്. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, മനുഷ്യചരിത്രത്തിൽ യേശുക്രിസ്തുവിന് നൽകിയിട്ടുള്ള ഏറ്റവും ഉന്നതമായ സ്ഥാനമായിരുന്നു അത്. തോമാശ്ലീഹ പറയുന്നത്, നീ എൻ്റെ കർത്താവാണ്, നീ എൻ്റെ ദൈവമാണ്. കേസറിയ ഫിലിപ്പിയിൽ വെച്ച് പത്രോസിനോടും മറ്റു ശിഷ്യന്മാരോടും കർത്താവ് ചോദിക്കുകയുണ്ടായി, ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? ഞാൻ ആരാണെന്നാണ് മറ്റുള്ളവർ പറയുന്നതെന്ന്. അതിന് മറുപടിയായിട്ട് പത്രോസ് പറഞ്ഞത്, നീ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്, മിശിഹയാണ് എന്നാണ്. തോമാശ്ലീഹായും പത്രോസും പ്രഖ്യാപിക്കുന്ന വിശ്വാസം ശ്രേഷ്ഠമായ വിശ്വാസ പ്രഖ്യാപനമാണ്. ആദിമസഭയും നമ്മളും ഇന്ന് പ്രഖ്യാപിക്കുന്നത് 3 കൊച്ചു വാചകങ്ങളാണ് നമ്മുടെ വിശ്വാസം. ജീസസ് ഈസ് ദ ക്രൈസ്റ്റ്, ജീസസ് ഈസ് ദ ലോർഡ്, ജീസസ് ഈസ് ദ സൺ ഓഫ് ഗോഡ്. യേശു ക്രിസ്തുവാണ് അല്ലെങ്കിൽ മിശിഹയാണ്. യേശു കർത്താവാണ്. യേശു ദൈവത്തിൻ്റെ പുത്രനാണ്. ആദിമസഭയുടെയും നമ്മുടെ ഓരോരുത്തരുടെയും വിശ്വാസ പ്രഖ്യാപനം ഇതാണ്. യേശുവിനെ കർത്താവും ദൈവവുമായി പ്രഖ്യാപിക്കുക. തോമാശ്ലീഹ വരുവാനിരിക്കുന്ന നമ്മുടെ എല്ലാവരുടെയും പ്രതിനിധിയായിട്ട് കർത്താവിനോട് പറയുകയാണ്, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന്. രണ്ടാമതായി നമ്മൾ ഇന്ന് ആഘോഷിക്കുന്നത് ദൈവിക കാരുണ്യത്തിൻ്റെ തിരുനാളാണ്. യേശുവിൻ്റെ പുനരുത്ഥാന തിരുനാൾ കഴിഞ്ഞു വരുന്ന ഞായറാഴ്ച ദൈവിക കാരുണ്യത്തിൻ്റെ തിരുനാളായി ആഘോഷിക്കണമെന്ന് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഉത്തരവിടുകയുണ്ടായി. 2000 ആണ്ടിൽ ഏപ്രിൽ മാസം 30-ന് ദൈവകാരുണ്യത്തിൻ്റെ അപ്പോസ്തലയായ വിശുദ്ധ പൗസ്റ്റീനായെ വിശുദ്ധയായി പ്രഖ്യാപിക്കുന്ന അവസരത്തിൽ മാർപ്പാപ്പ പറഞ്ഞു, ഉയർപ്പ് കഴിഞ്ഞു വരുന്ന ഞായറാഴ്ച ദൈവിക കാരുണ്യത്തിന് തിരുനാളായി ആഘോഷിക്കണമെന്ന്. അതിൻ്റെ കാരണം വിശുദ്ധ പൗസ്റ്റീനായുടെ ഡയറിയാണ്. ആ ഡയറിയിൽ കർത്താവ് വെളിപ്പെടുത്തുന്നുണ്ട്, കർത്താവ് പറയുന്നുണ്ട്, ഞാൻ കരുണയുടെ രാജാവാണ്. എൻ്റെ കരുണയുടെ ചിത്രം നിങ്ങൾ പ്രദർശിപ്പിക്കണം. ഈ കരുണയുടെ തിരുനാളായിട്ട് ഈ ഞായറാഴ്ച നിങ്ങൾ ആഘോഷിക്കുകയും വേണം.
അപ്പോൾ ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ കർത്താവ് നൽകിയ കൽപ്പനയ്ക്ക് വിധേയത്വം പുലർത്തുകയാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ രണ്ട് തിരുനാളുകളെയും വെളിച്ചത്തിൽ എനിക്ക് നിങ്ങൾക്ക് നൽകുവാനുള്ള സന്ദേശം പ്രത്യാശയുടെ സന്ദേശമാണ്. ഇംഗ്ലീഷിൽ ഹോപ്പ് എന്ന് പറയും. പ്രത്യാശ എന്ന് പറയുന്നത് ഒരു ഉറപ്പാണ്, ദൈവത്തിലുള്ള ശരണമാണ്. ദൈവം എൻ്റെ പിതാവാണ്, ആ ദൈവം എന്നെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല എന്നുള്ള ഉത്തമ ബോധ്യമാണ് പ്രത്യാശ. നമ്മുടെ സഭയിൽ ഏതാണ്ട് 33 ദിവസം മാത്രം മാർപ്പാപ്പയായിരുന്ന ജോൺ പോൾ ഒന്നാമൻ മാർപ്പാപ്പ പറയുകയുണ്ടായി, പ്രത്യാശ ദൈവത്തെ പോലും അത്ഭുതപ്പെടുത്തുന്ന പുണ്യമാണെന്ന്. പ്രത്യാശയില്ലെങ്കിൽ നമ്മൾ നിരാശയുടെ കുഴിയിലേക്ക് വീഴും. അത് നമ്മുടെ അധപ്പതനമായിരിക്കും. തൻ്റെ ഏകമകനെ മോറിയ മലയിൽ കൊണ്ടുപോയി ബലി കഴിപ്പിക്കണമെന്ന് പറഞ്ഞപ്പോൾ തൻ്റെ വംശപരമ്പര എങ്ങനെ ഉണ്ടാകുമെന്ന് അബ്രാഹാം സംശയിക്കുന്നില്ല. ദൈവത്തിന് കല്ലുകളിൽ നിന്ന് പോലും പുത്രന്മാർ ഉൽപ്പാദിപ്പിക്കുവാൻ കഴിയുമെന്ന് കരുതി മോറിയ മലയിലേക്ക് തൻ്റെ പുത്രനെ കൊണ്ടുപോകുന്ന അബ്രാഹാം പ്രത്യാശയുടെ പ്രതീകമാണ്. ഏതാനും കല്ലുകളും ഒരു കവിണയുമായി ഗോലിയാത്ത് എന്ന് പറയുന്ന രാക്ഷസനെ നേരിടാൻ പോകുന്ന ദാവീദ് എന്ന ഇടയപാലൻ, ആ കല്ലുകൾ എത്ര പ്രഗത്ഭമായ രീതിയിൽ എഴുതി വിട്ടാൽ തന്നെയും കൂടി ആ രാക്ഷസനിൽ ഒരു പോറൽ പോലും ഏൽപ്പിക്കാൻ കഴിയില്ല എന്ന് ദാവീദിന് അറിയാമായിരുന്നു. എങ്കിലും ആ രാക്ഷസന്റെ അടുത്ത് നിന്നുകൊണ്ട് ദാവീദ് പറയുകയാണ്, ദൈവമാണ് എന്നെ അയച്ചിരിക്കുന്നത്, നിന്റെ തലയും ഉടലും ഞാൻ രണ്ടാക്കുന്നുണ്ട് എന്ന്. എന്താണ് സംഭവിച്ചതെന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. സങ്കീർത്തകൻ പറയുകയാണ്, കർത്താവിൻ്റെ പ്രകാശവും രക്ഷയുമാണ്, ഞാൻ ആരെ ഭയപ്പെടണം? ഒരു സൈന്യനിര തന്നെ എൻ്റെ അടുക്കലേക്ക് പാഞ്ഞെടുത്തു വന്നാലും ഞാൻ ഒരിക്കലും കുലുങ്ങുകയില്ല എന്ന്. സങ്കീർത്തകന്റെ പ്രത്യാശയാണ് നമ്മളിവിടെ കാണുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ കുർബാന നിങ്ങൾ സംബന്ധിക്കുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കണം, ഞങ്ങളെ പ്രത്യാശയുള്ളവരായി വളർത്തണമേ എന്ന്, സ്നേഹമുള്ളവരായി വളർത്തണമേ എന്ന്, വിശ്വാസമുള്ളവരായി വളർത്തണമേ എന്ന്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, 3 ദൈവിക പുണ്യങ്ങളാണ് പ്രത്യാശ, സ്നേഹം, വിശ്വാസം. ഈ 3 പുണ്യങ്ങളും നമ്മുടെ ജീവിതത്തിലെ കേന്ദ്ര ബിന്ദുവായി, വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ കേന്ദ്രമായിട്ട് തീരണം എന്നുള്ളതാണ് ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത്. ഈ ദൈവിക കാരുണ്യത്തിന് തിരുനാൾ ആഘോഷിക്കുന്ന ഈ പുണ്യദിനത്തിൽ ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ, പ്രത്യാശയില്ലാത്തവർക്ക് എന്താണ് സംഭവിക്കുന്നത്? നമുക്കൊരു ഉദാഹരണം എടുക്കാം. യൂദാസാണത്. യൂദാസ് ഒരു തെറ്റ് ചെയ്തു. ഏതാനും നാണയങ്ങൾക്ക് വേണ്ടി തൻ്റെ ഗുരുവും നാഥനും കർത്താവുമായ യേശുവിനെ ഒറ്റിക്കൊടുത്തു. അത് വലിയ പാപമായിരുന്നു. പക്ഷെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടോ?
യൂദാസ് ചെയ്ത ഏറ്റവും വലിയ തെറ്റെന്താണ്? മാപ്പ് കിട്ടാനാവാത്ത വിധം തൻ്റെ തെറ്റ് അത്ര വലുതാണെന്ന് കരുതി ദൈവത്തിൻ്റെ കാരുണ്യത്തെയും സ്നേഹത്തെയും ചോദ്യം ചെയ്തുകൊണ്ട് ആത്മഹത്യ ചെയ്തതാണ്. തൻ്റെ പാപം ദൈവത്തിൻ്റെ കരുണയേക്കാൾ വലുതാണെന്ന് അയാൾ കരുതി തൻ്റെ പരിമിതമായ പാപത്തെ അപരിമിതമായ ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ട് കഴുകിക്കളയാൻ സാധിക്കുമെന്ന് യൂദാസ് വിശ്വസിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഒന്ന് ഓർത്തു നോക്കൂ. ആ കഴുമരത്തിൽ പോയി തൂങ്ങിച്ചാകുന്നതിന് പകരം ആ കുരിശിൽ തൂങ്ങിക്കിടക്കുന്ന കർത്താവിൻ്റെ പാദത്തിങ്കൽ ചെന്ന് മാപ്പ് ചോദിച്ചിരുന്നുവെങ്കിൽ, പൊട്ടിക്കരഞ്ഞിരുന്നുവെങ്കിൽ യൂദാസ് ആരാകുമായിരുന്നു? പക്ഷെ ദൈവത്തിൻ്റെ സ്നേഹത്തെയും ദൈവത്തിൻ്റെ കരുണയെയും ചോദ്യം ചെയ്തുകൊണ്ട് ആ മനുഷ്യൻ ആത്മഹത്യ ചെയ്യുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലെ സംഭവിക്കരുത്. നമ്മൾ പാപികളായിരിക്കാം, തെറ്റുകൾ ചെയ്യുന്നവരായിരിക്കാം. പക്ഷേ നമ്മുടെ പാപങ്ങളെക്കാളും നമ്മുടെ തെറ്റുകളെക്കാളും ഒക്കെ വലുതാണ് ദൈവത്തിൻ്റെ കാരുണ്യമെന്ന് ഇന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ദൈവത്തിന് നിങ്ങളോട് ക്ഷമിക്കാൻ കഴിയും. ദൈവത്തിന് നിങ്ങളോട് കരുണ കാണിക്കാൻ സാധിക്കും. ദൈവത്തിന് നിങ്ങളെ സ്നേഹിക്കാൻ കഴിയും. അതെന്നും നിങ്ങൾ ഓർക്കണം. അപ്പോൾ പ്രത്യാശ നശിച്ച് നൈരാശ്യത്തിലേക്ക് നീങ്ങുവാൻ ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിന് ഇടവരരുത്. ദൈവിക കാരുണ്യത്തിലേക്ക് ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും നടന്നടുക്കുവാൻ, ദൈവത്തിൻ്റെ ജീവിതത്തിൽ ഓരോ നിമിഷവും അനുഭവിക്കുവാനുള്ള ഭാഗ്യം തരണമേ എന്ന് പ്രത്യേകമായി ഇന്ന് ഈ വിശുദ്ധ കുർബാനയിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം. ഈ ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് നിങ്ങൾ അറിയുക മാത്രമല്ല, അത് മറ്റുള്ളവരെ അറിയിക്കുവാനുള്ള കടമ നിങ്ങൾക്ക് ഓരോരുത്തർക്കുമുണ്ട്. വിശുദ്ധ ഫൗസ്റ്റീന വിളിക്കപ്പെടുന്നത് ദൈവിക കാരുണ്യത്തിൻ്റെ അപ്പോസ്തല എന്നാണ്. അവളുടെ ജീവിതം വഴി, അവളുടെ ഡയറി വഴി, അവളുടെ വാക്കുകൾ വഴി അവൾ ദൈവിക കാരുണ്യം എല്ലാവർക്കും വേണ്ടി നൽകുകയായിരുന്നു. ഇവിടെ ഇരിക്കുന്ന നിങ്ങളോട് ഓരോരുത്തരോട് എനിക്ക് പറയാനുള്ളത്, ദൈവത്തിൻ്റെ സ്നേഹവും കരുണയും അനുഭവിച്ച് ആ കരുണയും സ്നേഹവും പങ്കുവയ്ക്കുവാൻ നിങ്ങൾക്ക് ഓരോരുത്തരും കഴിയണം. നമ്മുടെ കുടുംബങ്ങൾ ദൈവിക കാരുണ്യത്തിൻ്റെ കേന്ദ്ര ബിന്ദുക്കളാവണം. ഭാര്യയ്ക്ക് ഭർത്താവ് ദൈവിക കാരുണ്യം കൊടുക്കണം, ഭർത്താവിന് ഭാര്യ ദൈവിക കാരുണ്യം കൊടുക്കണം, മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾക്ക് ദൈവിക കാരുണ്യം കൊടുക്കണം, കുഞ്ഞുങ്ങൾ മാതാപിതാക്കൾക്ക് ദൈവിക കാരുണ്യം കൊടുക്കണം. നമ്മുടെ ഇവിടെ ദൈവിക കാരുണ്യത്തിൻ്റെ പ്രതീകമായി ഉയർന്നു വന്നിരിക്കുന്ന ഈ ഷ്രൈൻ, ഇവിടെ ധാരാളം ആളുകൾ വരട്ടെ എന്ന്, ദൈവത്തിൻ്റെ കരുണ അനുഭവിക്കാൻ അത് ഇടയാകട്ടെ എന്ന് ഞാൻ പ്രത്യേകം ആശംസിക്കുകയാണ്. ഈ ദൈവകരുണയുടെ കേന്ദ്രം ലോക പ്രസിദ്ധമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് നമ്മുടെ വിശ്വാസ പ്രമാണം ചൊല്ലാം. സർവശക്തനായ പിതാവും ത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിലും ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൽ നിന്നുള്ള ദൈവവും
പ്രകാശത്തിനുള്ള പ്രകാശവും പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായ സത്യലേഖനുമായ അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ടു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവാൽ കന്യാമറിയ ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്നു. പോന്തിയസ് പിലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടു, പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ട് വിശുദ്ധ ഗീതങ്ങൾ അനുസരിച്ച് മൂന്നാം ദിവസം ഉയർക്കുകയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിന്റെ വലത്ത് ഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയുമില്ല. കർത്താവും ജീവദാതാവും പിതാവിൽ നിന്നും പുത്രനും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടും ഒപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാർ വഴി സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പസ്തോലികവുമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏകജ്ഞാനസ്നാനം ഞാൻ ഏറ്റുപറയുന്നു. മരിച്ചവരുടെ ഉയർപ്പും വരാനിരിക്കുന്ന യുഗത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിൽ തീക്ഷ്ണതയോടെ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. തൻ്റെ പ്രിയപുത്രൻ്റെ പ്രാർത്ഥനകളും യാചനകളും ശ്രവിച്ച് അവിടുന്ന് നമ്മുടെ താഴ്മയെയും കാരുണ്യപൂർവം കടാക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ ഏറ്റുപറഞ്ഞ് വിശ്വാസത്തോടുകൂടി ഈ സമയം നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. ദൈവത്തിന് തങ്ങളെ തന്നെ അർപ്പിച്ചിട്ടുള്ളവരെല്ലാം അവിടുത്തെ സഹായത്താൽ തങ്ങളുടെ വ്രതപ്രതിജ്ഞ വിശ്വസ്തയോടെ കാത്തുപാലിക്കാൻ കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. എല്ലാ വിപത്തുകളിലും നിന്ന് മോചിതരായി സ്വതന്ത്ര മനസ്സോടെ ജനങ്ങൾ അവിടുത്തെ ശുശ്രൂഷിക്കുന്നതിന് അർഹരാകാൻ അവരുടെ ഇടയിൽ സമാധാനത്തിനു വേണ്ടി കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഏകാന്തതയാലും രോഗത്താലും ക്ലേശിക്കുന്ന വൃദ്ധജനങ്ങൾ നമ്മുടെ സഹോദര സ്നേഹത്താൽ ശക്തിപ്പെടാൻ കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഇക്കാലയളവിലെ നന്മകളാൽ ദൈവം നമ്മെ പരിപോഷിപ്പിക്കുന്നതിൽ നിന്ന് ഒരിക്കലും വിരമിക്കുന്നില്ല. അതിനാൽ നിത്യമായവയെ അനുഭവിക്കുവാൻ പ്രാപ്തരാകും വിധം ഈ നന്മകൾ ഉപയോഗിക്കാൻ നാം പരിശീലിക്കുന്നതിനായി ഇവിടെ കൂടിയിരിക്കുന്ന നമുക്കെല്ലാവർക്കും വേണ്ടി കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ദൈവിക കാരുണ്യത്തിന് തിരുനാൾ ആഘോഷിക്കുന്ന ഈ പുണ്യസുദിനത്തിൽ ദൈവത്തിൻ്റെ കരുണ അനുഭവിക്കുവാനും ആ കരുണ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും അനുഗ്രഹം നൽകണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. തോമാസ് ശ്ലീഹായുടെ ശക്തമായ വിശ്വാസ പ്രഖ്യാപനം അനുസ്മരിക്കുന്ന ഞങ്ങൾ കർത്താവെ, അങ്ങയെ കർത്താവും ദൈവവുമായി ആരാധിക്കുവാനും അങ്ങയെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ദൈവിക കാരുണ്യത്തിൻ്റെ ഈ ഷ്രൈനിൽ വരുന്ന എല്ലാ മക്കളും അങ്ങയുടെ സ്നേഹം കരുണ അനുഭവിക്കുവാനും ഈ കരുണയുടെ അപ്പോസ്തലന്മാരായി തീരുവാനും അനുഗ്രഹിക്കണമെന്നും ഇവിടെ പ്രവർത്തിക്കുന്ന സോട്ടറച്ചനെയും പീറ്ററച്ചനെയും സിസ്റ്റേഴ്സിനെയും അതുപോലെ ഈ ഷ്രൈനിൽ പ്രവർത്തിക്കുന്ന മറ്റെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കണമെന്ന് അനുഗ്രഹങ്ങൾ നിറച്ചു കൊടുക്കണമെന്ന് ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവ്, ഇന്ന് ഈ കുർബാനയിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. വിവിധ ആവശ്യങ്ങളുമായിട്ട് അവർ അങ്ങയുടെ അടുക്കൽ അണഞ്ഞിരിക്കുകയാണല്ലോ. അവരുടെ ഹൃദയത്തെ അറിയുന്ന അങ്ങ് അവരുടെ ആവശ്യങ്ങളെല്ലാം കണ്ണറിഞ്ഞ് അങ്ങയുടെ തിരുവിഷ്ടത്തിനൊത്തതാണെങ്കിൽ അവരുടെ ആവശ്യങ്ങളെല്ലാം സാധിച്ചു കൊടുത്ത് അവരെ ഓരോരുത്തരെയും ധന്യരാക്കണമെന്ന്
ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥിക്കുവാനാണെങ്കിൽ നിശബ്ദമായി ഈ സമയം പ്രാർത്ഥിക്കുക. സർവശക്തനായ ദൈവമേ, അങ്ങയുടെ കാരുണ്യം യാചിക്കുന്ന ജനത്തോടുകൂടി അങ്ങായിരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങേ പ്രചോദനത്താൽ വിശ്വസ്താപൂർവം ഞങ്ങൾ യാചിക്കുന്ന സദാസന്നദ്ധയാർന്ന അങ്ങേ ഔദാര്യത്താൽ സംപ്രാപിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന അങ്ങ് കേട്ടരുളേണമേ. കാരുണ്യവാനേ ഞാൻ നിൽപ്പൂ, കാഴ്ചകളോടൊപ്പം മാമക ഹൃദയവും കർത്താവേ അങ്ങു സ്വീകരിക്കൂ. കാഴ്ചകളേക്കാൾ അൾത്താരമുൻപിൽ കാരുണ്യവാനേ ഞാൻ നിൽപ്പൂ, കാഴ്ചകളോടൊപ്പം മാമക ഹൃദയവും കർത്താവേ അങ്ങു സ്വീകരിക്കൂ. അൾത്താരമുൻപിൽ ഞാനേകിടുന്നു, ആകുലമാകുമെൻ മാനസം നാഥ. അൾത്താരമുൻപിൽ ഞാനേകിടുന്നു, ഇടറുന്ന വഴികളിൽ അനുദിനം നീങ്ങുന്ന എളിയവനെന്നെയും സ്വീകരിക്കൂ. ഇടറുന്ന വഴികളിൽ അനുദിനം നീങ്ങുന്ന എളിയവനെന്നെയും സ്വീകരിക്കൂ. കാഴ്ചകളേകാൻ അൾത്താരമുൻപിൽ കാരുണ്യവാനേ ഞാൻ നിൽപ്പൂ, കാഴ്ചകളോടൊപ്പം മാമക ഹൃദയവും കർത്താവേ അങ്ങു സ്വീകരിക്കൂ. നന്മ ചെയ്തിടുവാൻ മോഹമുണ്ടെങ്കിലും തിന്മയിൽ വീഴുന്നു എൻ്റെ ചിത്തം. നന്മ ചെയ്തിടുവാൻ മോഹമുണ്ടെങ്കിലും തിന്മയിൽ വീഴുന്നു എൻ്റെ ചിത്തം. നന്മകൾ ചെയ്തങ്ങ് സന്നിധിയിൽ നന്നായി ജീവിക്കാൻ കൃപയേകണേ. നന്മകൾ ചെയ്തങ്ങ് സന്നിധികൾ നന്നായി ജീവിക്കാൻ കൃപയേകണേ. പ്രിയ സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന്
സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തൻ്റെ നാമത്തിൻ്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ സഭ മുഴുവൻ്റെയും നന്മയ്ക്കുമായി അങ്ങയുടെ കരങ്ങളിൽ നിന്ന് ഈ പരിശീലിക്കുമാറാവട്ടെ. സർവശക്തനായ ദൈവമേ, അങ്ങേ ജനത്തിന് നവജന്മം പ്രാപിച്ചവരുടെയും കാണിക്കകൾ സ്വീകരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അങ്ങേ നാമത്തിൻ്റെ പ്രഖ്യാപനത്താലും ജ്ഞാനസ്നാനത്താലും നവീകൃതരായി അവർ നിത്യാനന്ദം പ്രാപിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന അങ്ങ് കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്കു ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവുമത്രേ. സർവേശ്വര പരിശുദ്ധനാം ദൈവമേ, സർവശക്ത ജഗൽ പൂജിതനേ, ക്രിസ്തുനാഥൻ വഴിയെങ്ങും മെന്നേരവും ഭക്തിയോടങ്ങേക്കു നന്ദി ചൊല്ലാം. ആയതു യുക്തവും രക്ഷയികുന്നതും ന്യായവും തന്നെ ജഗൽ പിതാവേ. ഗാകുൽത്തമാമലവേദിയിൽ മാനുഷ്യ പാപങ്ങളേന്തി മരിച്ച നാഥ, താവക മൃത്യുവെ പ്രഖ്യാപനം ചെയ്ത് മേവിടുമീ ജനമി ആർത്തഭക്ത്യ. തന്നുയർപ്പിങ്കലുറപ്പായ വിശ്വാസം ഉൾക്കൊണ്ടിവരത് ഘോഷിക്കുന്നു. നിൻവരവങ്ങനെ പ്രത്യാശയോടിവ എന്നെന്നും ഈ മണ്ണിൽ കാത്തിരിപ്പു. ആകയാൽ ആമോദവായ്പിൽ അമരുമാ സ്വർഗീയ ഗായകർ മലാഗമാ. ദിവ്യപ്രതാപനമങ്ങേക്കു നിത്യവും മംഗളം പാടി വണങ്ങിടുന്നു. ആ ദിവ്യഗാനത്തോടൊന്നിച്ചു ഞങ്ങളും ആലപിച്ചിടുന്നു താഴ്മയോടെ. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങൾ തൻ കർത്താവാ ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാ നിറഞ്ഞു മഹിയും വിണ്ടലവും. നിരുപമമങ്ങേ മഹിമകളാ നിറഞ്ഞു
മഹിയും വിണ്ടലവും ഓശാന ഓശാന അത്യുന്നതങ്ങളിൽ ഓശാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാം. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാം. ഓശാന ഓശാന അത്യുന്നതങ്ങളിൽ ഓശാന. പിതാവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായിവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തിരുശരീരവും രക്തവുമായി തിരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സുമനസാലെ പീഡകൾ സഹിച്ചപ്പോ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്നു വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ.
വിശ്വാസത്തിൻ്റെ രഹസ്യം. ഞങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങയെ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ ജോർജ് മടത്തിക്കടത്തിൽ മെത്രാനോടും ഈ ദിവ്യബലി അർപ്പിക്കുന്ന ബിഷപ്പ് വർഗീസ് ചക്കാലക്കലിനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്കേറ്റു ചൊല്ലാം. ഞങ്ങൾ തൻ താത നിന്നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗ്ഗത്തിലെ പോ നിന്നുള്ളം പാരിലുമായിടേണം. അന്നു വേണ്ടുന്നോരാഹാരമിന്നും ഞങ്ങൾക്കു നൽകുമാറായിടേണം. അന്യർതൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹവും നീ ക്ഷമിക്കാം. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടേണം. തിന്മകൾ സർവവും നീക്കി നീ ഞങ്ങളെ നന്മയിഴുന്നവരാക്കണമേ. ഇക്കാലവേളയിലാകവേ നീവർക്കെന്നും സമാധാനം ഏകരമേ. പാപം, അസ്വാസ്ഥ്യം,
എന്നിവയിൽ നിന്ന് നീവർക്കേകണേ മുക്തിയെന്നും നിത്യസൗഭാഗ്യവും രക്ഷകനേശുവിൻ പ്രത്യാഗമനവും കാത്തിടുന്നു. രാജ്യവും ശക്തി മഹത്വ പ്രതാപവും അങ്ങേക്കുടയതാണെന്നുമെന്നും അങ്ങേക്കുടയതാണെന്നുമെന്നും. അന്ത്യദാനമായി സമാധാനം നിങ്ങൾക്കായിത നൽകുന്നു. എൻ്റെ ശാന്തി നിങ്ങൾക്കായെന്ന് ചൊല്ലിയ ദിവ്യനാഥനീ, ഞങ്ങൾ തൻ പാപം ഒന്നുമോർക്കാതെ തൃക്കൺ പാർക്കേണം നിൻ സഭയെ. ഞങ്ങളർപ്പിക്കും പ്രാർത്ഥന നാദ കനിവാർന്നു നീ കേൾക്കേണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുക. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകേണമേ. ദൈവത്തിൻ കുഞ്ഞാടിതാ, ലോകത്തിൻ പാപങ്ങൾ നീക്കുന്നവൻ. ദിവ്യ കുഞ്ഞാടിൻ വിരുന്നിൽ ക്ഷണിതാക്കളാകുവോ ഭാഗ്യവന്മാർ. കർത്താവേ, നീയൻ ഭവനത്തിൽ വരുവാൻ യോഗ്യത എനിക്കില്ല. അവിടുന്ന് അരുൾ ചെയ്താൽ അതുമാത്രം മതി എൻ്റെ ആത്മാവ് സുഖം നേടുവാൻ. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യ കൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ.
അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, പെസഹാരികസത്തിൻ്റെ സ്വീകരണം ഞങ്ങളുടെ മനസ്സുകളിൽ നിരന്തരം നിലനിൽക്കാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥനയങ്ങ് കേട്ടരുളേണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ശിരസ് നമിച്ച് ആശീർവാദം സ്വീകരിക്കുവിൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുകയും നിങ്ങളെ കാത്തുരക്ഷിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. അവിടം തന്റെ മുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിക്കുകയും നിങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. അവിടം തന്റെ വചനം നിങ്ങൾ നേർക്ക് തിരിക്കുകയും നിങ്ങൾക്ക് തന്റെ സമാധാനം നൽകുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളിൽ വന്നണഞ്ഞ് നിങ്ങളിലെന്നും നിലനിൽക്കുമാറാകട്ടെ. ആമേൻ. പോകുവിൻ, ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിനു നന്ദി.